ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 66 അധ്യായം സൂറത്ത് തഹ്രീമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 5 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 6, 7 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون. കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും അവരെ വിവാഹമോചനം ചെയ്താൽ അള്ളാഹു അവർക്ക് പകരമായി വളരെ നല്ലവരായ പത്നിമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരം നൽകുന്നതാണ്. ശേഷം അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. യാ അയ്യുഹല്ലദീന ആമനു, ഇത് പല പ്രാവശ്യം വന്നതാണ്, നമുക്ക് പരിചയമുള്ള ഒരു പദപ്രയോഗമാണ് അല്ലേ. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഹേ എന്നൊക്കെ അതിന് അർത്ഥം കൊടുക്കാം. അല്ലദീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അപ്പോൾ ആമനു എന്നുള്ളതിന് മുമ്പിൽ അല്ലദീന ചേർക്കുമ്പോൾ അവർ വിശ്വസിച്ചു, അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ, അതായത് വിശ്വസിച്ചവർ അല്ലെങ്കിൽ വിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്നൊക്കെ അർത്ഥം കൊടുക്കാം. യാ അയ്യുഹ എന്നുള്ള ആ വിളിക്കാൻ ഉപയോഗിക്കുന്ന ആ ഭാഗം കൂടെ ചേർത്ത് പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ അല്ലെങ്കിൽ ഹേ വിശ്വസിച്ചവരെ. ഖൂ അൻഫുസക്കും, ഖൂ നിങ്ങൾ കാത്തുരക്ഷിക്കണം. വഖ എന്ന് പറഞ്ഞാൽ കാത്തുരക്ഷിച്ചു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഖി എന്നാണ്. ഖാഫിന് ഒരു കസ്റിടുക, ഖി, അതാണ് അതിൻ്റെ കൽപ്പനക്രിയ. നമ്മൾ സാധാരണ ചൊല്ലാറുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, അതിൻ്റെ അവസാനത്തിൽ വഖിന അസാബന്നാർ എന്ന് വരുന്നുണ്ട്. അവിടെ ഖീന, എന്താണ് ഖീന എന്ന് പറഞ്ഞാൽ ഖീ, നീ കാത്തുരക്ഷിക്കണമേ, നാ ഞങ്ങളെ, അതാണ് ഖീന, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അപ്പോൾ ഖീ എന്ന് പറഞ്ഞാൽ നീ കാത്തുരക്ഷിക്കണം അല്ലെങ്കിൽ നീ കാത്തുരക്ഷിക്കണമേ. അത് അള്ളാഹുവിനോടാകുമ്പോൾ നമ്മൾ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പറയും. അല്ലെങ്കിൽ പൊതുവേ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നീ കാത്തുരക്ഷിക്ക്, കൽപ്പനക്രിയയാണ്. കുറേ പേരോട് പറയുമ്പോൾ ഖൂ എന്നാ പറയാം, നിങ്ങൾ കാത്തുരക്ഷിക്കണം. ഖൂ അൻഫുസക്കും, അൻഫുസക്കും നഫ്സ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് അൻഫുസ്. നഫ്സ് എന്ന് പറഞ്ഞാൽ ദേഹം, ശരീരം, സ്വയം എന്നൊക്കെയുള്ള രൂപത്തിലാണ് അർത്ഥം കിട്ടുക. അൻഫുസ് ദേഹങ്ങൾ, ശരീരങ്ങൾ. അപ്പോൾ അൻഫുസക്കും നിങ്ങളുടെ ദേഹങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്വയം എന്ന് പറയില്ലേ. ഖൂ അൻഫുസക്കും, നിങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തെ കാത്തുരക്ഷിക്കണം. മാത്രമല്ല വ അഹ്ലീക്കും, വാവ് അത്തിഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും. അഹ്ലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ, കുടുംബക്കാർ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അഹ്ലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ. അഹ്ലുൽ കിതാബ് എന്നൊക്കെ പറയില്ലേ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ. ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് അഹ്ൽ എന്ന് പറയുക, അതിൻ്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ. ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണം. എവിടുന്ന്? നാറൻ, തീയിനെ തൊട്ട് അല്ലെങ്കിൽ നരകത്തെ കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നാണ് ഉദ്ദേശം. അപ്പം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ കാത്തുരക്ഷിക്കണം, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹ, ഇനി അതിൻ്റെ വിശേഷണം പറയണം, ആ നരകത്തിൻ്റെ വിശേഷണം പറയാണ്. വഖൂദ് എന്ന് പറഞ്ഞാൽ ഇന്ധനം, കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് വഖൂദ് എന്ന് പറയാം. അത് വിറകാവാം, പെട്രോളാവാം, ഡീസലാവാം, മണ്ണെണ്ണയാവാം. കത്തിക്കാൻ ഉപയോഗിക്കുന്ന എന്തിനും വഖൂദ് എന്ന് പറയും. അപ്പോൾ വഖൂദുഹ,
അതിൻ്റെ ഇന്ധനം, ഹാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ആ നരകത്തിൻ്റെ, നാറ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹാ എന്ന് ഉപയോഗിച്ചത്. ആ നാറിൻ്റെ, ആ തീയിൻ്റെ, ആ നരകത്തിൻ്റെ ഇന്ധനം, വഖൂദുഹ അതിൻ്റെ ഇന്ധനം, അന്നാസു ജനങ്ങളാണ്, വൽ ഹിജാറത്തു ഹജർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹിജാറത്ത്. ഹജർ നമുക്ക് പരിചയമുണ്ടല്ലോ, ഹജറുൽ അസ്വദ് എന്നൊക്കെ പറയില്ലേ, ആ കറുത്ത കല്ല് എന്നുള്ളതിന്. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്തത്, ഹജറുൽ അസ്വദ് കറുത്ത കല്ല്. അപ്പോൾ ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ കല്ലുകൾ. അന്നാസു വൽ ഹിജാറത്തു ജനങ്ങളും അല്ലെങ്കിൽ മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ അതിൻ്റെ മേൽ ഉണ്ട്, അല എന്ന് പറഞ്ഞാൽ മേൽ, ഹ അതിൻ്റെ, അലൈഹ അതിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽനോട്ടക്കാരായിക്കൊണ്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരാണുള്ളത്? മലായിക്കത്തുൻ, മലക്കിൻ്റെ ബഹുവചനാണ് മലായിക്കത്ത്, മലക്കുകൾ. ആ മലക്കുകളുടെ വിശേഷണമാണ് ഇനി പറയുന്നത്. ഖിലാലുൻ, ഖിലാൽ എന്ന് പറഞ്ഞാൽ പരിക്കൻ സ്വഭാവമുള്ള, കർശനമായ അല്ലെങ്കിൽ വളരെയധികം പരിക്കനായ സ്വഭാവക്കാരായ, കാർക്കശ്യമുള്ള. ഷിദാദുൻ കഠിനന്മാരായ, അതതിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നത്, വളരെയധികം ശക്തിയുള്ളവരായ അല്ലെങ്കിൽ കഠിനരായ. ലാ യഹ്സൂൻ അല്ലാഹ, അസ്വാ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്നാണ്, അനുസരണക്കേട് കാണിച്ചു, അതാണ് അസ്വാ എന്ന് പറഞ്ഞാൽ. യാസി എന്ന് പറഞ്ഞാൽ ധിക്കരിക്കും അല്ലെങ്കിൽ ധിക്കരിക്കുന്നു. യാസൂന അവർ ധിക്കരിക്കും, അവർ ധിക്കരിക്കുന്നു. ലാ യഹ്സൂന അവർ ധിക്കരിക്കുകയില്ല. ആരെ? അള്ളാഹ, അള്ളാഹുവിനെ. ലാ യഹ്സൂൻ അല്ലാഹ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല, ആ മലക്കുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. മാ അമറഹും, മാ അത് യാതൊന്ന്, അമറ കൽപ്പിച്ചു, ഹും അവരെ, അവരെ എന്താണോ കൽപ്പിച്ചത് അതിനെ തൊട്ട് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരോട് എന്താണോ കൽപ്പിച്ചത് അവരത് ചെയ്യും, ഒരിക്കലും അവർ ധിക്കരിക്കുകയില്ല അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയില്ല. വ യഫ് അലൂന, ഫഅല പ്രവർത്തിച്ചു, യഫ് അലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. യഫ് അലൂന അവർ പ്രവർത്തിക്കും, അവർ പ്രവർത്തിക്കുന്നു. വ യഫ് അലൂന അവർ പ്രവർത്തിക്കുകയും ചെയ്യും. എന്ത്? മാ യു മറൂൻ, അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കും, കൽപ്പിക്കുന്നു. അത് മജ്ഹൂലി രൂപത്തിൽ പറയുമ്പോൾ ഉമിറ കൽപ്പിക്കപ്പെട്ടു, യു ഉമറു കൽപ്പിക്കപ്പെടും, കൽപ്പിക്കപ്പെടുന്നു, യു ഉമറൂൻ അവർ കൽപ്പിക്കപ്പെടും, അവർ കൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ മാ യു മറൂൻ അവർ കൽപ്പിക്കപ്പെടുന്നത്, വ യഫ് അലൂന മാ യു മറൂൻ അവർ എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് അവർ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അവരോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് അവർ ചെയ്യുന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യാ അയ്യുഹല്ലസീന ആമനു ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറൻ വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലും കത്തിക്കപ്പെടുന്നതായ നരകത്തിൽ നിന്ന് സത്യവിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളുവീൻ. അലൈഹ മലായിക്കത്തുൻ ഖിലാദുൻ ഷിദാദ് അതിൻ്റെ മേൽ കഠിനന്മാരും പരിക്കൻ സ്വഭാവക്കാരുമായ മലക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടത്തിന് പരിക്കൻ സ്വഭാവവും കഠിനന്മാരുമായ മലക്കുകളുണ്ട്. ലാ യഹ്സൂൻ അല്ലാഹ മാ അമറഹും അവരോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതിനൊരിക്കലും അവർ ധിക്കാരം പ്രവർത്തിക്കുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. വ യഫ് അലൂന മാ യുമറൂൻ എന്താണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അതവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അടുത്ത ആയത്ത് യാ അയ്യുഹല്ലദീന കഫറു, തൊട്ട് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനു എന്നായിരുന്നു. ഈ ആയത്തിൻ്റെ തുടക്കം യാ അയ്യുഹല്ലദീന കഫറു, കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു, അല്ലദീന കഫറു അവിശ്വസിച്ചവർ അല്ലെങ്കിൽ അവിശ്വസിച്ചവരായ ഒരു കൂട്ടർ. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ ചേരുമ്പോൾ അവരൊരു വിളിക്കലാവും, യാ അയ്യുഹല്ലദീന കഫറു അവിശ്വാസികളെ, സത്യനിഷേധികളെ. ലാ തഅ്തസിറുൽ യൗമ, എഴുത്തതറ എന്ന് പറഞ്ഞാൽ ഒഴികഴിവ് പറഞ്ഞു എന്നാണ്, എക്സ്ക്യൂസ് പറയാമെന്ന് പറയില്ലേ, ഒഴികഴിവ് പറഞ്ഞു. എഴുത്തതിറു തഴുത്തതിറു എന്നൊക്കെ പറഞ്ഞാൽ ഒഴികഴിവ് പറയും, ഒഴികഴിവ് പറയുന്നു. തഴുത്തതിറൂന നിങ്ങൾ ഒഴികഴിവ് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഒഴികഴിവ് പറയുന്നു. ലാ എന്ന് അരുത് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ലാ തഴുത്തതിറു എന്നാവും, അതിൻ്റെ അവസാനത്തെ നൂന് പോവും. ലാ തഴുത്തതിറു നിങ്ങൾ ഒഴികഴിവ് പറയേണ്ട, അങ്ങനെ ചെയ്യേണ്ട. അൽ യൗമ ഇന്ന്, ഈ ദിവസം, ഇന്ന് നിങ്ങൾ യാതൊരു ഒഴികഴിവും പറയേണ്ട. ഇന്നമാ തീർച്ചയായും അത് മാത്രമാണ്. ഈ ഇന്നമാ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാത്രം എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. അത് പിന്നീട് വരുന്ന ഒരു ഭാഗവുമായിട്ടാണ് ചേർത്ത് പറയേണ്ടത്. അത് നമുക്ക് ഒന്നിച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഇന്നമാ തീർച്ചയായും അത് മാത്രമാണ്. തുജ്സൗന, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ്. ജസാ പ്രതിഫലം നമുക്കറിയാമല്ലോ.
അപ്പോൾ ജസാ പ്രതിഫലം നൽകി. അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് ജുസിയ, പ്രതിഫലം നൽകപ്പെട്ടു. അങ്ങനെ മജ്ഹൂൽ രൂപം പറയുമ്പോൾ ആരാണത് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രതിഫലം നൽകപ്പെട്ടു, ജുസിയ. അതിൻ്റെ മുളാരി യുജ്സ, തുജ്സ എന്നൊക്കെയാണ്. തുജ്സ എന്ന് പറയുമ്പോൾ നീ പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതിഫലം കിട്ടുമെന്നർത്ഥം. അതിൻ്റെ ബഹുവചന രൂപമാണ് തുജ്സൗന, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടും, അതായത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നർത്ഥം. ഇന്നമാ, നിശ്ചയമായും, തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ആ പ്രതിഫലം കിട്ടൽ മാത്രമാണ് എന്ന് അവിടെയും ചേർക്കാം, ഇനി വരുന്നതിന് ശേഷവും മാത്രം എന്നുള്ളത് ചേർക്കാം. മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്. മാ എന്ന് പറഞ്ഞാൽ അത്, കുൻതും എന്ന് പറഞ്ഞാൽ കാനയുടെ കൂടെ അൻതും എന്ന് ചേർന്നതാണ് കുൻതും. കാന ആയിരുന്നു, ആണ്, അൻതും നിങ്ങൾ, അപ്പോൾ നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു. തഅമലൂൻ, അമില പ്രവർത്തിച്ചു, യഅമലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. തഅമലു നീ പ്രവർത്തിക്കും, നീ പ്രവർത്തിക്കുന്നു. തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്. അപ്പോൾ ഇന്നമാ, നിശ്ചയമായും, തുജ്സൗന മാ കുൻതും തഅമലൂൻ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രം പ്രതിഫലം നൽകുന്നു. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലം മാത്രം നൽകുന്നു. അത് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം യാ അയ്യുഹല്ലദീന കഫറു ലാ തഅ്തദിറുൽ യൗമ, അവിശ്വാസികളെ ഇന്ന് നിങ്ങൾ യാതൊരു ഒഴികഴിവും പറയേണ്ട. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രം പ്രതിഫലം നൽകുന്നതാകുന്നു ഇന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലം നൽകൽ മാത്രമാകുന്നു ഇന്ന്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടൊരു കാര്യം പറയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. അപ്പോൾ ഓരോരുത്തരുടെയും കടമയാണ് സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും നമ്മളുടെ കൂടെയുള്ള മറ്റുള്ള ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലും. അത് രണ്ടും വേണം. സ്വയം രക്ഷപ്പെട്ടാൽ മാത്രം പോരാ. ഒരാൾ നല്ല രൂപത്തിൽ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു, എന്നിട്ട് അയാൾ വേറെ ആരെയും രക്ഷപ്പെടുത്തുന്നില്ല, അയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കുകയാണ്, അത് മാത്രം പോരാ. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രൂപത്തിലാവുകയും മറ്റുള്ള ആളുകളെ നന്മയിലേക്ക് ആക്കുകയും വേണം. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആയത്ത് ശരിക്ക് ഒരു രക്ഷിതാവിൻ്റെ കരുതലോടുകൂടിയുള്ള വാക്കുകളാണ്. അള്ളാഹു വളരെ സ്നേഹത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടിമകൾ ആരും നരകത്തിലേക്ക് പോകരുത്, അങ്ങനെയുള്ളൊരു വലിയ അപകടത്തിലേക്ക് പോകരുത് എന്നുള്ള രൂപത്തിൽ ഒരു രക്ഷിതാവിൻ്റെ കരുതലോടു കൂടിയാണ് പറയണത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ആ നരകത്തിലേക്ക് പോകരുത്. എന്നിട്ട് ആ നരകം എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമല്ലോ, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളോട്, അള്ളാഹുവിൻ്റെ അടിമകളോട് പറയുകയാണ്, നിങ്ങൾ ഈ രൂപത്തിൽ ശ്രദ്ധിക്കണം, നരകത്തെ നിങ്ങൾ വളരെയധികം കാത്തുകൊള്ളണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം അത് അത്രയും വലിയ ഭയാനകമായൊരു കാര്യമാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ള ആളുകളെ ആ രൂപത്തിൽ ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഇസ്ലാമികപരമായ അന്തരീക്ഷം ഉണ്ടാവണം. കുട്ടികൾക്കൊക്കെ ഒരു ഇസ്ലാമികപരമായ രൂപത്തിൽ ജീവിക്കാനും വളരാനും പറ്റുന്ന രൂപത്തിലൊരു അന്തരീക്ഷം ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ വളരുന്ന കുട്ടികളും ആ രൂപത്തിൽ തന്നെ ആയി മാറും. അങ്ങനൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ബാങ്കിന് ജവാബ് കൊടുക്കുന്ന ഒരു അവസ്ഥ, അതിന് ആ ബാങ്ക് കേൾക്കുമ്പോൾ അതുപോലെ ശ്രദ്ധയോടുകൂടി അത് കേട്ട് സംസാരമൊക്കെ ഒഴിവാക്കി ആ സമയത്ത് ആ ഒരു ബാങ്കിനെ ബഹുമാനിച്ച് ആ തരത്തിൽ അതിന് ജവാബ് കൊടുക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളും അങ്ങനെയായി മാറും. ഒരു സലാം പറയുന്നൊരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളും അങ്ങനെയായിട്ട് മാറും. അപ്പോൾ നമ്മുടെ വീടുകളിൽ മൊത്തത്തിൽ ഒരു ഇസ്ലാമികപരമായ ജീവിതത്തിന് പറ്റുന്ന രൂപത്തിൽ ആ വീട് നമ്മൾ ആ രൂപത്തിലാക്കണം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, കുടുംബനാഥന്മാരൊക്കെ പലരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞ രൂപത്തിലൊക്കെ ജീവിക്കും. എന്നാൽ മറ്റുള്ള ആളുകളെയും ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ചിലരൊക്കെ ആ കാര്യത്തിൽ വീഴ്ച വരുത്താറുണ്ട്. ഇപ്പോൾ സുബഹിയുടെ സമയത്തൊക്കെ ചിലരൊക്കെ പള്ളിയിലേക്ക് പോകുന്നത് വളരെയധികം നിശബ്ദമായിട്ടാണ്. വാതിൽ തുറക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയും മക്കളും ആരും ഉണരരുത് എന്ന് വിചാരിച്ച് അവർ സുഖമായിട്ട് ഉറങ്ങില്ലേ, അവരുറങ്ങിക്കോട്ടെ
എന്ന രൂപത്തിൽ വളരെ സാവകാശം ശബ്ദമില്ലാതെ അവിടുന്ന് എണീറ്റ് പുറത്തിറങ്ങി പള്ളിയിലേക്ക് പോകുന്നു, സുബഹി നിസ്കരിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴും ഭാര്യയും മക്കളൊക്കെ ഉറങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് പള്ളിയിലേക്ക് പോയത്? ഒരു വലിയ തീയിൽ നിന്ന്, വലിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വലിയ നരകത്തിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? ഈ ഉറങ്ങിക്കിടക്കുന്ന ഇവർ രക്ഷപ്പെടണ്ടേ? അതിനവരെ നമ്മൾ വിളിച്ചുണർത്തണ്ടേ? അവരഥവാ ഉണരാൻ വൈകുകയാണെങ്കിൽ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വീട് ഒന്നിച്ച് കത്തുകയാണെങ്കിൽ, ഒരു വീടിന് തീ പിടിച്ച് ഒന്നിച്ച് ആ വീട് കത്തുകയാണെങ്കിൽ, ഒരു ജനലിലൂടെ നമുക്ക് പുറത്തേക്ക് ചാടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മാത്രം പുറത്തേക്ക് ചാടിയാൽ മതിയോ? നമ്മുടെ കൂടെയുള്ള അവരെയും കൂടെ രക്ഷപ്പെടുത്തണ്ടേ? സത്യത്തിൽ പലരും ചെയ്യുന്നത്, നമ്മൾ രക്ഷപ്പെടുന്നു, ബാക്കിയുള്ളവർ ആ തീയിൽ വെന്ത് മരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുന്നു, പക്ഷേ നമ്മുടെ കൂടെയുള്ളവരെ ആ രൂപത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ള ആളുകളെ കൂടെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് വെച്ച് മാത്രമല്ലേ നമുക്ക് ആ രൂപത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ? നാളെ പരലോകത്ത് എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ നാളെ പരലോകത്ത് എത്തിയതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് വെച്ച് മാത്രമേ നമുക്ക് ആ രൂപത്തിൽ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പറഞ്ഞില്ലേ, ഈ ലോകത്ത് വെച്ച് എന്തും ചെയ്യാൻ പറ്റും, നാളെ പരലോകത്ത് വെച്ച് നിൻ്റെ ശരീരം നീ കാക്കണം, ഉപ്പാക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല എന്ന് സ്വന്തം മോളോട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്ത് വെച്ചേ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ട രൂപത്തിൽ അവരെ രക്ഷപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തുകയും. ഇവിടെ വെച്ചിട്ട് രക്ഷപ്പെടുത്താനാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് രക്ഷപ്പെടുത്തിയാലേ നാളെ പരലോകത്ത് അത് രക്ഷയായിട്ട് മാറുള്ളൂ. നാളെ പരലോകത്തുള്ള നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തേണ്ടത്, പക്ഷേ ഈ ലോകത്താണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. പലപ്പോഴും ചില ആളുകളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതുവരെ ഒരു പക്ഷേ നല്ല രൂപത്തിൽ ഔറത്തൊക്കെ മറച്ച് നല്ല ഹിജാബോടുകൂടി നടന്ന പെൺകുട്ടികളായിരിക്കും. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർക്ക് പുതിയ ഫാഷൻ, ഈ ഒരു മോഡേൺ ഫാഷനൊക്കെ ആവശ്യമാണ് എന്നുള്ള രൂപത്തിൽ ആ ഹിജാബെല്ലാം മാറ്റി അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ അനിസ്ലാമികപരമായ വസ്ത്രധാരണ രീതിയിലേക്ക് കൊണ്ടുവരും. പല പെൺകുട്ടികളും അതിന് അനുകൂലമായി നിന്നു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയും, ഭർത്താവിന് അങ്ങനെയാണ് ഇഷ്ടം, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്നാൽ ചില ആളുകൾ കല്യാണം കഴിച്ചാൽ ഒരു പക്ഷേ അതുവരെ അവരുടെ ആ ഒരു ഭാര്യമാർ അല്ലെങ്കിൽ ആ പെൺകുട്ടി ജീവിച്ചിരുന്നത് അത്ര നല്ല ഇസ്ലാമികപരമായ രൂപത്തിലുള്ള വസ്ത്രധാരണ രീതിയൊന്നും അല്ലെങ്കിലും കല്യാണത്തിന് ശേഷം അവൻ പറയും, നമുക്ക് ഇസ്ലാമികപരമായ വസ്ത്രധാരണ രീതിയാണ് വേണ്ടത്, ആ രൂപത്തിൽ നീ ജീവിക്കണം എന്ന് പറയും. അപ്പോൾ അത് അവൾക്ക് സ്വീകാര്യമായിരിക്കും. പിന്നെ അതിനുശേഷം ആ രൂപത്തിലായിരിക്കും. ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പിന്നീട് വരുമ്പോഴൊക്കെ ചോദിച്ചാൽ പറയും, അത് അദ്ദേഹത്തിന് അങ്ങനെയാണ് ഇഷ്ടം, ഈ രൂപത്തിൽ ഹിജാബോടുകൂടി നടക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ ഒരു മനുഷ്യന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടേത് മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടേതൊക്കെ മാറ്റിമറിക്കാൻ കഴിയും. പക്ഷേ ആ മാറ്റിമറിക്കൽ നന്മയിലേക്കായിരിക്കണമെന്ന് മാത്രം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കല്യാണാലോചനയൊക്കെ വരുന്ന സമയത്ത് ഈ കുഫു വെക്കുക എന്ന് പറയില്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതായത് വസ്ത്രധാരണ രീതി എങ്ങനെയായിരിക്കണം, ഒരു ഇസ്ലാമികപരമായ രൂപത്തിൽ വസ്ത്രധാരണ രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് അതൊരു വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ വരും. അതുകൊണ്ട് ഇസ്ലാമികപരമായ വസ്ത്രധാരണ രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ, ഈ കല്യാണാലോചനയുടെ സമയത്തൊക്കെ സംസാരങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് ഏത് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിലും കുഴപ്പമൊന്നുമില്ല, നല്ലതായ ഏത് വിദ്യാഭ്യാസവും നേടാം. പക്ഷെ അതോടൊപ്പം ദീനീപരമായ ഒരു ചിട്ട, ദീനീപരമായ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലപ്പോഴും പഠന മേഖലകളിലേക്കൊക്കെ മക്കൾ പോയി കഴിഞ്ഞാൽ അവരുടെ ചില സ്വഭാവ രീതികളിലൊക്കെ മാറ്റം വരാറുണ്ട്. അപ്പോൾ ഏത് ഭൗതികമായ പഠനങ്ങൾ പഠിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇസ്ലാമികപരമായ ഒരു ചിട്ടയിൽ ജീവിക്കാൻ ആ കുട്ടിക്ക് അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒരു രക്ഷിതാവ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കുട്ടികളെ ചേർക്കാനൊക്കെ പല സ്ഥാപനങ്ങളിലേക്കും പോകുമ്പോൾ നമ്മൾ പലതും അന്വേഷിക്കും. അവിടെ ലൈബ്രറി ഉണ്ടോ, അവിടെ ലാബ് സൗകര്യമുണ്ടോ, അവിടെ മറ്റുള്ള കാര്യങ്ങളുണ്ടോ, അത് പഠിക്കാൻ ആവശ്യമായ കമ്പ്യൂട്ടർ ഉണ്ടോ, എല്ലാം അന്വേഷിക്കാറുണ്ട്. പക്ഷേ അവിടെ എൻ്റെ കുട്ടിക്ക് നിസ്കരിക്കാൻ ആവശ്യമായ സൗകര്യമുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്.
അതുപോലെ നമ്മുടെ മക്കളൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ടൂറ് പോയാൽ, വിനോദയാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും, എൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം എന്തായാലും അവർ കഴിക്കും. അവരെ കൊണ്ടുപോകുന്ന അധ്യാപകർ അവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ എൻ്റെ കുട്ടി നിസ്കരിച്ചോ എന്ന് ചോദിക്കാറുണ്ടോ? അവിടെയാണ് നമ്മൾ ആ ഒരു ഇസ്ലാമികപരമായ ജീവിത രീതി ആ കുട്ടികളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ അധികം കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ ഒരുപാട് ഡിഗ്രികളും ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ നേടും. ഒരു കഥ പറയാറുണ്ട്. മരണസമയത്ത് ഒരു കുട്ടിക്ക് മരണമാസന്നമായ സമയത്ത് ആ കുട്ടി സ്വന്തം ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ഞാൻ ഇതുവരെ ഒരുപാട് ഡിഗ്രികൾ നേടിയിട്ടുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. ഞാൻ നേടിയെടുത്ത ആ സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരൂ. ആ ഉപ്പ സന്തോഷത്തോടു കൂടി ആ കുട്ടി നേടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്ത് കുട്ടിയുടെ അടുത്ത് വന്നപ്പോൾ കുട്ടി അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവുണ്ടല്ലോ. ഇതെല്ലാം എനിക്ക് ഈ ലോകത്ത് രക്ഷപ്പെടാനുള്ള സർട്ടിഫിക്കറ്റ് മാത്രമായി പോയി. നാളെ പരലോകത്ത് അള്ളാൻ്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലും ഉപ്പ നിങ്ങൾ നേടാൻ എന്നെ സഹായിച്ചില്ലല്ലോ. നോക്കണം, നാളെ പരലോകത്തെത്തുമ്പോൾ പലപ്പോഴും മക്കൾ രക്ഷിതാക്കളെ കുറ്റം പറയുന്നൊരവസ്ഥയുണ്ട്. ഞാൻ നരകത്തിലേക്ക് പോകാനുള്ള കാരണക്കാർ എൻ്റെ ഉപ്പയും ഉമ്മയുമാണ്. കാരണം ഞാനൊരു വളർന്നു വരുന്ന ഒരു കുട്ടി എന്നുള്ള രൂപത്തിൽ എനിക്ക് വേണ്ട രൂപത്തിൽ ഇസ്ലാമികപരമായ രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അറിവ് അവർ നൽകിയില്ല. ആ രൂപത്തിലുള്ള വിദ്യാഭ്യാസം എനിക്കവർ നൽകിയില്ല. അവർ ആ ലോകത്ത് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാനും അവിടെ ഒരുപാട് വലിയ സ്ഥാനങ്ങളും ഒരുപാട് വലിയ ജോലിയും നേടിത്തരാനുള്ള തിരക്കിൽ ഈ ലോകത്ത് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ട യാതൊന്നും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നേടിത്തന്നില്ല. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശിക്ഷ നൽകേണ്ടത് എൻ്റെ മാതാപിതാക്കൾക്കാണ്. അവരെയാണ് എന്നെ ഈ രൂപത്തിലേക്കാക്കിയത് എന്ന് മാതാപിതാക്കൾക്കെതിരെ കുറ്റം പറയുന്ന കുട്ടികൾ നാളെ പരലോകത്തുണ്ടാകും. നോക്കൂ, ഈ ലോകത്ത് നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസം നേടിയെടുത്താലും റബ്ബിനെ തിരിച്ചറിയാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണുള്ളത്? ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ എത്രയോ വലിയ പേര് കേട്ട ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാർ വലിയ കാര്യങ്ങൾ കണ്ടെത്തിയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർ എത്ര വലിയ കാര്യങ്ങൾ കണ്ടെത്തിയാലും അള്ളാഹുവിനെ കണ്ടെത്താൻ മറന്നതല്ലേ പലരും. ആരാണ് റബ്ബ് എന്ന് തിരിച്ചറിയാതെ മരണപ്പെട്ടു പോയാൽ പിന്നെ യഥാർത്ഥത്തിൽ കിട്ടേണ്ട അറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ ലോകത്തുള്ള ഭൗതികമായ കുറേ കണ്ടുപിടുത്തങ്ങൾ അവർ കണ്ടുപിടിച്ചു, കുറേ അറിവുകൾ നേടിയെന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള ഉന്നതമായ അറിവ് അത് റബ്ബിനെ തിരിച്ചറിയലാണ്. ആ റബ്ബിനെക്കുറിച്ചുള്ള അറിവ് കിട്ടാതെ മരണപ്പെട്ടു പോയാൽ ഏത് വലിയ ശാസ്ത്രജ്ഞനായിട്ടും കാര്യമില്ല. റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ വലിയ പരാജയമാണ് ആ വ്യക്തിക്ക്. ഇനി ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ ആൾക്ക് ഈ ലോകത്തുള്ള മക്കൾ ചെയ്യുന്ന എന്താണ് അങ്ങോട്ടെത്തുക? അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ദാനധർമ്മങ്ങളൊക്കെ എത്തും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനയല്ലേ. പക്ഷേ ഒരാൾക്ക് കുറച്ച് മക്കളുണ്ട്, ഒരു 4-5 മക്കളുണ്ട്. ഈ എല്ലാ മക്കൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹു പറഞ്ഞത് എന്താ? വലതുൻ സ്വാലിഹുൻ യദുഉ ലഹു. സ്വാലിഹായ ഒരു കുട്ടി ഒരു സന്താനം പ്രാർത്ഥിച്ചാലാണത് അള്ളാഹു സ്വീകരിക്കുക. ആ പ്രാർത്ഥനയാണ് അങ്ങോട്ട് എത്തുക. അതല്ലാതെ ഒരാൾക്ക് കുറേ മക്കളുണ്ട്, എല്ലാ മക്കൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന അള്ളാഹു പറഞ്ഞിട്ടില്ല. ആ മക്കളുടെ കൂട്ടത്തിൽ ആരാണോ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്നത്, ആ രൂപത്തിൽ ജീവിക്കുന്ന ആ കുട്ടിയുടെ ആ ഒരു സന്താനത്തിൻ്റെ പ്രാർത്ഥനയാണ്, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുക. ഇനി ഈ ആയത്തിൽ പറഞ്ഞ കാര്യം ഒരു കുടുംബനാഥന് മാത്രമുള്ള ബാധ്യതയല്ല. ഒരു മക്കൾക്ക് ഒരു പക്ഷേ രക്ഷിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുണ്ടാവും. രക്ഷിതാക്കളോട് സംസാരിച്ചിട്ട് അവരൊരു പക്ഷേ ജീവിത രീതി തെറ്റായ രൂപത്തിലായിരിക്കാം. അപ്പോൾ മക്കൾ അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്ന, യഥാർത്ഥ വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ഭാര്യമാർ ആ ഭർത്താക്കന്മാരെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. പലപ്പോഴും കല്യാണത്തിന് ശേഷം ഭാര്യമാർ ആ ഭർത്താക്കന്മാരോട് യഥാർത്ഥത്തിലുള്ള ദീനിൻ്റെ വെളിച്ചം പറഞ്ഞു കൊടുത്തിട്ട് എത്രയോ ആളുകൾ നല്ല രൂപത്തിലേക്ക് മാറിയിട്ടില്ലേ. അപ്പോൾ ആർക്കും ആരെയും നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാം. അതാണ് അഹ്ലീക്കും എന്ന് പറഞ്ഞത്. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ, അത് നമ്മളുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ ഇണകളാവാം, ആരുമാവാം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൂടെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ നരകത്തിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ ഒരു ഭയാനകത, അത് മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കുക. ഈ കല്ല് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഏത് കല്ലാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും
ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഏത് കല്ലാവട്ടെ, ഇപ്പോൾ ഈ ലോകത്തുള്ള കല്ല് തന്നെ കത്തിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയുമല്ലോ. അപ്പോൾ അത് കല്ലുകൾ ഏതായാലും ആ കല്ലുകളും അതുപോലെ തന്നെ മനുഷ്യരും കത്തിക്കപ്പെടുന്ന നരകമാണത്. മാത്രമല്ല അതിന് മലക്കുകൾ കാവൽക്കാരായിക്കൊണ്ടുണ്ട്. ആ മലക്കുകൾ, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മലക്കുകളുടെ പ്രത്യേകത, അവർ കഠിന മനസ്സുള്ളവരാണ്, അതുപോലെ തന്നെ ശക്തിയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ യാതൊരു നിർദ്ദേശത്തെയും അവർ ധിക്കരിക്കൂല. എന്താണോ അവരോട് കൽപ്പിച്ചത് അതവർ ചെയ്യും. അതേപോലെ വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടതാണ് അവർ ചെയ്യുക. ഒരിക്കലും അവർ ധിക്കാരം പ്രവർത്തിക്കൂല. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാരുണ്യം കാണിച്ച് ദയ കാണിച്ചുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കാനോ അവർ ശ്രമിക്കൂല. അവരെ ഏൽപ്പിച്ച പണി അത് അവർ ചെയ്യും. യാതൊരു അനുസരണക്കേടും അവർ കാണിക്കൂല. അപ്പോൾ അവർക്ക് യാതൊരു ദയയും തോന്നൂല. ആ സമയത്ത് അവിടെ ആ നരകത്തിൽ ഉള്ള ആളുകളോട് യാതൊരു ദയയും അവർക്കുണ്ടാവില്ല. അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്, അവർക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അവർ ബലമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാനും ആരെക്കൊണ്ടും സാധ്യമല്ല. അള്ളാഹു അതിൻ്റെ ആ ഒരു ഭയാനകത പറഞ്ഞിരുന്നത് ഇതെല്ലാം കേട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നാളെ പരലോകത്ത് എത്തിയതിന് ശേഷം ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ നല്ല രൂപത്തിലേക്ക്, നല്ല വഴിയിലേക്ക് തിരിയാനാണ് ഈ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ, 7-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന കഫറു, അവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ യാതൊരു ഒഴികഴിവും ഇന്ന് പറയണ്ട. ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസം. ഇവിടെ നമ്മൾ വിചാരിക്കും, എന്താണ് ഈ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതിന് ശേഷം പിന്നെ നേരെ അവിശ്വാസികളെ വിളിച്ച് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു 7-ാമത്തെ ആയത്തുകൂടെ നോക്കുകയാണെങ്കിൽ അതും ശരിക്കും സത്യവിശ്വാസികളോടുള്ളൊരു കൽപ്പന തന്നെയാണ്. അതായത് സത്യവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിശ്വാസികൾ ഇങ്ങനെയാണ് ചെയ്യുക. അവർ പല ഒഴികഴിവും പറയും. അപ്പോൾ അവരോട് അള്ളാഹു പറയും, നിങ്ങൾ യാതൊരു ഒഴികഴിവും പറയേണ്ടതില്ല എന്ന് അവരോട് അള്ളാഹു പറയും. അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക, നിങ്ങൾ ആ കൂട്ടത്തിൽ പെടണ്ട എന്നുള്ള ഒരു താക്കീത് കൂടെയാണ് സത്യത്തിൽ ഈ 7-ാമത്തെ ആയത്ത്. അപ്പോൾ ഈ 7-ാമത്തെ ആയത്ത് അവിശ്വാസികളോട് മാത്രമുള്ളതല്ല, സത്യവിശ്വാസികളോടുള്ളൊരു താക്കീത് കൂടെയാണ്. ഇങ്ങനെയാണ് അവിശ്വാസികൾ നാളെ ഉണ്ടാവുക എന്ന് മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. എന്താണ് അള്ളാഹു അവിടെ പറയുന്നത്? ഇന്നത്തെ ദിവസം യാതൊരു ഒഴികഴിവും ഇനി പറയണ്ട. കാരണം ഇനി പറയാനുള്ള സമയമല്ല, ഇനി നിങ്ങൾക്ക് പ്രതിഫലം നൽകാനുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലം നൽകൽ മാത്രമാകുന്നു. ഒന്നുകിൽ അങ്ങനെ പറയാം, പ്രതിഫലം നൽകൽ മാത്രം, ആ മാത്രം എന്നുള്ള അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രം പ്രതിഫലം നൽകുന്നു. എന്താണോ നിങ്ങൾ ചെയ്തത് ആ ചെയ്തതിന് മാത്രമുള്ള പ്രതിഫലം കിട്ടും. നിങ്ങൾ ചെയ്തതിന് മാത്രമുള്ള പ്രതിഫലം തരുന്നുള്ളൂ, മറ്റൊന്നും തരുന്നില്ല. എന്താണോ നിങ്ങൾ ഭൂമിയിൽ ചെയ്തിരുന്നത് അതിന് മാത്രമുള്ള പ്രതിഫലം തരുന്നുള്ളൂ. വേറെ നിങ്ങൾക്ക് അത് അല്ലാത്തതിനൊന്നും തരുന്നില്ല, നിങ്ങൾ ചെയ്യാത്തതിനൊന്നും നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനുള്ളത് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്ന രൂപത്തിലും അവിടെ കൊടുക്കാം. അപ്പോൾ അവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് എങ്കിലും അതിൽ സത്യവിശ്വാസികൾക്കും പാഠമുണ്ട്. ഇനി നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹ, അവിടെ യാ എന്നുള്ളിടത്ത് മദ്ദുണ്ട്, നീട്ടാനുണ്ട്. അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ യാ അയ്യുഹ, അയ്യുഹ എന്നുള്ള ആ നീട്ടൽ നഷ്ടപ്പെടും. കാരണം ആ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നു. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ യാ അയ്യുഹ എന്ന് പറയില്ല, യാ അയ്യുഹ. യാ അയ്യുഹല്ലസീന ആമനു ഖൂ അൻഫുസക്കും, ഖൂ എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്. പിന്നീട് അൻഫുസക്കും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. ഖൂ അൻഫുസക്കും. അൻഫുസക്കും എന്ന് പറയുമ്പോൾ ഫാഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ അൻഫുസക്കും, അൻ എന്ന് വെളിവാക്കി പറയാൻ പാടില്ല. അൻഫുസക്കും വ അഹ്ലീക്കും നാറൻ. നാറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ നാറം വ, നാറം വ. വഖൂദു ഹന്നാസു, വഖൂദു ഹാ എന്നുള്ളിടത്ത് ഹാ എന്നുള്ളതിന് നീട്ടലുണ്ട്. പക്ഷേ അതിനുശേഷം ഹംസത്ത് വസ്ൽ വന്നപ്പോൾ ആ ഹാ എന്നുള്ള നീട്ടൽ നഷ്ടപ്പെടും, ഹ എന്നാവും. വഖൂദു ഹന്നാസു, അല്ലാതെ വഖൂദു ഹാ നാസു എന്ന് പറയില്ല. വഖൂദു ഹന്നാസു. അന്നാസു എന്നുള്ളിടത്ത് നൂനിൻ്റെ ശബ്ദ് മണിക്കണം. വൽ ഹിജാറത്തു അലൈഹ മലായിക്ക, മലായിക്കത്തുൻ എന്നുള്ളിടത്ത് ലാ എന്നുള്ള മദ്ദിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു, പക്ഷെ ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ, ഒരേ പദത്തിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വരുമ്പോൾ മദ് മുത്തസിൽ നിർബന്ധമാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ.
മലായിക്കത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ഗൈനാണ്. ഗൈനിൻ്റെ മുമ്പ് തൻവീൻ വന്നാൽ ഇൽഹാറാണ് നിയമം. അപ്പോൾ മലായിക്കത്തുൻ അൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മലായിക്കത്തുൻ. ഗിലാദുൻ എന്നിടത്ത് തൻവീന് വന്നു, ശേഷം ഷീനാണ്. ഷീനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ അവിടെ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഗിലാദുൻ ഷിദാദ്. ഷിദാദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഷിദാദുല്ല യാസൂനല്ലാഹ മാ അമറഹും. മാ എന്നുള്ളിടത്ത് മദ് വന്നു, നീട്ടൽ വന്നു. അമറഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നു. മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ. മദ് മുൻഫസിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മാ അമറഹും. വ യഫ് അലൂന മാ യുമറൂൻ. യുമറൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നൂനിന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. അടുത്ത ആയത്തിൽ യാ അയ്യുഹ, അവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ മദ് മുൻഫസിലാണ്. യാ അയ്യുഹല്ലസീന കഫറു ലാ തഅ്തസിറുൽ യൗമ. തഅ്തസിറു എന്നുള്ളൊരു നീട്ടലുണ്ട്, തഅ്തസിറു. പക്ഷേ അത് നഷ്ടപ്പെടും, കാരണം അതിനുശേഷമുള്ള അൽ യൗമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ മദ്ദിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നതുകൊണ്ട് ആ നീട്ടൽ നഷ്ടപ്പെടും. തഅ്തസിറു എന്ന് പറയില്ല, തഅ്തസിറുൽ യൗമ. അവിടെ അൽ യൗമ എന്ന് കഴിഞ്ഞിട്ടൊരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇന്നമ നൂനിൻ്റെ ശബ്ദം മണിക്കുക. തുജ്സൗന ജീമിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം. ജ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. തുജ്സൗന മാ കുന്തും. ആ സുക്കൂണിലെ നൂനെ ഇഖ്ഫ ചെയ്യുക, കാരണം താഇൻ്റെ മുമ്പാണ് സുക്കൂണിലെ നൂന്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ കുന്തും. തഅ്മലൂൻ അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസ് വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന ഗ്രാമർ നോക്കാം. യാ അയ്യുഹല്ലസീന ആമനു ഖൂ, നിങ്ങൾ കാത്തു രക്ഷിക്കണം. ആരെ? അൻഫുസ, ദേഹത്തെ അല്ലെങ്കിൽ ശരീരത്തെ അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ സ്വയം. അപ്പോൾ അൻഫുസ് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അതുകൊണ്ടാണ് അൻഫുസ ഫത്ത് ഇട്ട് എഴുതിയത്, നസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും, സാധാരണ ഫത്ത് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി അൻഫുസക്കും എന്നെടുത്തു കഴിഞ്ഞാൽ അൻഫുസിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ കും എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, പക്ഷേ ഇവിടെ കും എന്നുള്ളത് മബിനി ആയതുകൊണ്ട് അതിനെ ജെറ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. ഇനി അൻഫുസ് എന്നുള്ളതിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു മഫ്ഊലും ബിഹി കൂടെ വന്നു, അതാണ് അഹ്ൽ എന്നുള്ളത്. അപ്പോൾ ആ അഹ്ലീക്കും എന്നുള്ളതിൽ അഹ്ലിനും നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണുള്ളത്. അത് ആ അൻഫുസ് എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. അഹ്ലീക്കും നാറൻ, ആ നാറൻ എന്നുള്ളതും മഫ്ഊലും ബിഹിയാണ്. നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ ആ നാറൻ എന്നുള്ളതും മഫ്ഊലും ബിഹിയാണ്, അതുകൊണ്ടാണ് അതിന് ഫത്ത് തൻവീൻ ഇട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വഖൂദുഹൻ നാസു വൽ ഹിജാറത്തു അലൈഹാ മലായിക്കത്തുൻ, ആ മലായിക്കത്ത് എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ഇനി പറയുന്നത്. ഗിലാദ്, ഷിദാദ്, അതൊക്കെ ആ മലായിക്കത്തിൻ്റെ വിശേഷണമാണ്. മലായിക്കത്തുൻ എങ്ങനെയുള്ള മലക്കുകളാണ്? ഗിലാദാണ്, ഷിദാദുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.